റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചേർത്തല തിരോധാന കേസിൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കാൻ സെബാസ്റ്റിനെ സഹായിച്ചത് കുറുപ്പംകുളങ്ങര സ്വദേശിനി ടി ജയ എന്ന അന്വേഷണ സംഘം. വ്യാജ മുക്തിയ ചമച്ച് ബിന്ദുവിന്റെ വസ്തു സെബാസ്റ്റ്യൻ വിറ്റത് ജയയുടെ സഹായത്താലാണ്. ജയയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശരത് എസ് നമുക്കൊപ്പം. ശരത് എസ്, കൂടുതൽ കഥാപാത്രങ്ങൾ വരികയാണോ ഈ തിരോധാന വാർത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഈ അന്വേഷണത്തിൽ? സുജയ പാർവതി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതായത് 2006 മുതലാണ് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നതെങ്കിലും പിന്നീട് 2016 ഇതുമായി ബന്ധപ്പെട്ട പരാതി സഹോദരൻ നൽകുന്നത്. ഈ പരാതി നൽകാൻ പ്രധാന കാരണം ബിന്ദുവിന്റെ സ്വത്തുക്കൾ പലരും കൈക്കലാക്കിയെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ സെബാസ്റ്റിനെ സഹായിച്ചതിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സെബാസ്റ്റിനെ സഹായിച്ചതിൽ കുറുപ്പംകുളങ്ങര സ്വദേശിനി ടി ജയ എന്ന മിനി അന്ന് ബിന്ദുവിന്റെ സ്വത്തുക്കൾ തട്ടാൻ സെബാസ്റ്റിനെ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതായത് വ്യാജ മുക്താർ ചമച്ച് വിൽപ്പന നടത്താൻ ജയയാണ് സെബാസ്റ്റിനെ സഹായിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇടപ്പള്ളിയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്ന് ജയയുടെ സഹായത്തിലായിരുന്നു സെബാസ്റ്റിൻ അവിടെ ഈ വ്യാജ മുക്താർ ചമച്ച് ഈ സ്ഥലം കൈക്കലാക്കിയത്. ആ ജയയുടെ ഫോട്ടോ അടക്കം അന്ന് ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പിന്നീട് ജയ തന്നെ ഒരു കുറ്റസമ്മത മൊഴി പോലീസിൽ നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ സെബാസ്റ്റിനെ കുറച്ചുകൂടി അറിയുന്ന ഒരാളാണ് ജയ എന്നാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഈ കേസിൽ തന്നെ നിർണായകമാകുന്ന പല മൊഴിയും ജയയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയയെ കൂടി എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഈ കേസിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമാവധി ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സാക്ഷികൾ കുറവായതുകൊണ്ട് തന്നെ ജയയെ കൂടി ചോദ്യം ചെയ്യാൻ നിർണായകമായ മൊഴി ലഭിക്കുമെന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ ബിന്ദു പത്മനാഭനെ കാണാതായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന്റെ പങ്ക് എന്താണ്, ഈ കൊലപ്പെടുത്തിയെന്നടക്കമുള്ള വിവരങ്ങൾ ജയയോട് പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. മാത്രമല്ല എങ്ങനെയാണ് ഇയാൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതും ഈ സൗഹൃദം സ്ഥാപിക്കുന്നതും ഈ വ്യാജ രേഖകളൊക്കെ തന്നെ ചമയ്ക്കുന്നതും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങളും പരിശോധിക്കും. ഈ സെബാസ്റ്റിന് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സഹായമോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചോ നടക്കമുള്ള കാര്യങ്ങളെയും ഒരുപക്ഷെ ജയയിൽ നിന്ന് അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരാൻ സഹായിച്ച ജയ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമോ അതറിയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ശരത് എസ്.